എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ കുറ്റപത്രം അനുസരിച്ച് ചുമത്തിയ കുറ്റങ്ങളിന്മേലുള്ള വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും അറിയിക്കും. കേസിലെ പ്രതികളായ 16 ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അലി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ വിചാരണ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ അഭിമന്യു കൊലപാതക കേസ് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. 2018 ജൂലൈ 2 അഭിമന്യുവിനെ, മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും അതുപോലെ SFI നേതാവുമായ അഭിമന്യുവിനെ ഈ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കേസിലെ പ്രധാന രേഖകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ഈ രേഖകൾ റീപ്രൊഡ്യൂസ് ചെയ്ത ശേഷമാണ് നടപടിക്രമങ്ങൾ പിന്നീട് പുരോഗമിച്ചത്. ഈ റീപ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ നിലവിൽ ഈ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 16 പേരാണ് ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പേരാണ് ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത്. ഈ 16 പേരും ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. 10 മണിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് വധശ്രമം, അതുപോലെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ 16 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ മേലുള്ള വിശദമായ വാദം ഇന്ന് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗം അഭിഭാഷകരും കോടതിയിൽ അറിയിക്കും. എന്തായാലും ഈ 10 മണിയോടുകൂടി തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ട 16 ആളുകൾ കോടതിയിലേക്ക് എത്തുമെന്നുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കും ഏറെ കോളിളക്കങ്ങൾക്കും ശേഷമാണ് ഈ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഡാറ്റകൾ, രേഖകളെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് അഭിമന്യു കൊലക്കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. അരുൺ, ഓക്കെ, അലി അക്ബർ വിവരങ്ങൾ നൽകിയത്. അഭിമന്യു ഇപ്പോഴും നീറുന്ന ഒരു ഓർമ്മയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ, അല്ലേ? അപ്പോൾ എന്തായാലും അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഇന്നിപ്പോൾ തുടങ്ങുകയാണ്. അലി അക്ബർ വിവരങ്ങൾ നൽകിയത്.